CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. RLV രാമകൃഷ്ണനെതിരായ സത്യഭാമയുടെ പരാമർശം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പന്നിത്തടം സെന്ററിൽ പര്യടനം നടത്തി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ചിറ്റണ്ട, മങ്ങാട്, മുരിങ്ങാത്തേരി, കുട്ടഞ്ചേരി സെന്ററുകളിലും നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം, എരുമപ്പെട്ടി ഖാദി കേന്ദ്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥന നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യമുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനായി UDF ചാവക്കാട് മണ്ഡലം കൺവെൻഷൻ നടന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കടങ്ങോട് മേഖലയിൽ പര്യടനം നടത്തി. മില്ല് സെന്ററിലെത്തിയ സ്ഥാനാർത്ഥിയെ MT വേലായുധൻ മാസ്റ്റർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ചൂണ്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പഴകിയ മാംസം പിടിച്ചെടുത്ത സ്ഥാപനം പൂട്ടി പഞ്ചായത്ത് അധികൃതർ സീൽ ചെയ്തു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹലാൽ മീറ്റ് സെന്റർ എന്ന സ്ഥാപനമാണ് പരിശോധനയെ തുടർന്ന് പൂട്ടി സീൽ ചെയ്തത്. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി 6 പേർ പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായി. മലപ്പുറം SP കീഴിലെ സ്പെഷ്യൽ സ്ക്വാഡിന്റെയും പെരുമ്പടപ്പ് പോലീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. അംഗപരിമിതിയുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ട്രിപ്പിൾ ജീവപര്യന്തവും 10 വർഷം കഠിന തടവും 3,40,000 രൂപ പിഴയും ശിക്ഷ. കൈപ്രമ്പ് സ്വദേശി കോട്ടയിൽ വീട്ടിൽ 57 വയസ്സുള്ള പ്രേമനെയാണ് ശിക്ഷിച്ചത്. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി ലാസറിനെ ഉയർപ്പിച്ച ദിവസത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ കൊഴിക്കൊട്ട ശനി ആചരിച്ചു. പാറേമ്പാടം ബസ് സ്റ്റോപ്പിന് സമീപം കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ മിനി ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരി 7ാം വാർഡ് കാരത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. പകൽ സമയങ്ങളിലും പന്നികൾ കൂട്ടത്തോടെ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച നൃത്താവതരണം ആസ്വാദകരുടെ മനം നിറച്ചു. AD 140 നിർമ്മിച്ച മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള പ്രവേശന കവാടത്തിന്റെ നവീകരണം പൂർത്തീകരിച്ച് വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. വാടക വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന സന്തോഷത്തിലാണ് ചാലിശ്ശേരി പുലിക്കോട്ടിൽ അനീന വർഗീസും കുടുംബവും. കൊച്ചൌസേബ് ചിറ്റ്ലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റ്ലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിൽ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഗ്രോട്ടോയുടെ ശിലാസ്ഥാപനം നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മോർ ഉസ്താത്തിയോസ് ലീബ ബാവയുടെ 94ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അങ്കമാലി മേഖലാ തീർത്ഥയാത്രയ്ക്ക് പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ സ്വീകരണമൊരുക്കി. ഭിന്നശേഷിക്കാരുടെ ദേശീയ പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത കേരള ടീം ക്യാപ്റ്റൻ പെരുമണ്ണൂർ സ്വദേശി VP ലെനിനെ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ അനുമോദിച്ചു. തൃത്താല ഉപജില്ലാ സംസ്കൃത അക്കാദമിക് കൌൺസിൽ യാത്രയപ്പ് സമ്മേളനവും അനുമോദനവും തൃത്താല BRCയിൽ നടന്നു. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പെരിയമ്പലം ബീച്ച് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അർബൻ മിഷൻ ഫണ്ട് 73 ലക്ഷം രൂപ ഉപയോഗിച്ച് 823 മീറ്റർ നീളത്തിൽ BMBC നിലവാരത്തിലാണ് റോഡ് പണി ആരംഭിക്കുന്നത്. പുന്നേർകുളം ഷിഫ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹല്ലിലെ നിർധനരായ കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റ് വിതരണം ചെയ്തു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തുറങ്കിലടയ്ക്കാനുള്ള BJP സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിനെതിരെയും ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും സംഘടിപ്പിച്ചു. പുന്നയൂർകുളം കടിക്കാട് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടിക്കാട് പരേതരായ പൂവത്ത് മാധവൻ വത്സല ദമ്പതികളുടെ മകൻ മനു എന്ന മനീഷാണ് മരിച്ചത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.